Hi, ladies and gentlemen, welcome to Lunar's Comedy Super Night. ഇന്നത്തെ ചിരിക്കാഴ്ചകളിലേക്ക് ഇതെന്താ അശ്വതി എവിടെയായിരുന്നു? ഇത് കണ്ട ചേട്ടാ, ഇതെന്താ വിളക്ക് ആക്രി കച്ചവടമൊക്കെ തുടങ്ങിയോ? ഏയ് അല്ല പഴയതൊക്കെ എടുത്തോണ്ട് വരുന്നു. നമ്മുടെ ഈ ഫ്ലോറിന് വേണ്ടിട്ട് പൈലിംഗ് നടത്തിയപ്പോഴേ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയതാ. നൂറ്റാണ്ടുകൾ പഴക്കം വരും. എന്തിനാ ഈ പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുന്നത്? ഞാൻ ഈ പുരാവസ്തുക്കളൊക്കെ ഒന്ന് ശേഖരിക്കാനുള്ള പരിപാടിയില്ല. സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങനെയാണല്ലോ. അശ്വതിക്ക് ചേരും ഇതല്ല, കാരണം ഇതും ഒരു പുരാവസ്തു ആണല്ലോ. പുരാവസ്തുക്കളോട് ഒരു താല്പര്യം പ്രകടിപ്പിക്കും. ഇതെന്തിനാ ഇപ്പൊ കൊണ്ടു നടക്കണേ? ഈ പഴയ സാധനങ്ങൾക്ക് നല്ല വില കിട്ടുന്ന പറയുന്നത്. കറക്റ്റാ. പഴയ സാധനങ്ങൾക്ക് നല്ല വില കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ കോളിസ് കാർ ഇപ്പോൾ വാങ്ങിയ വിലയ്ക്ക് തന്നെ അത് എടുക്കാനായിട്ട് ആളുണ്ട്. അതുപോലെ തന്നെ പഴയ ബൈക്ക്, ചില ബുള്ളറ്റുകൾ, പഴയ പാട്ട്, പഴയ വീഞ്ഞ്, ഇങ്ങനെ പഴയതിനെല്ലാം നല്ല ഭയങ്കരമായിട്ട് വില കിട്ടും. പക്ഷെ കോമഡി ഒരല്പം പഴകിക്കഴിഞ്ഞാൽ ഉള്ള വിലയും പോയി കിട്ടും. ഇതിനിപ്പോ എന്ത് പഴക്കം വരും? പറഞ്ഞ കോമഡിക്കോ? അല്ല, ഈ വിളക്കിന്. ഈ വിളക്കിന്റെ ശരിക്കും വില അറിയണമെങ്കിൽ ഈ പുരാവസ്തു അതല്ലെങ്കിൽ മറ്റേ ശാസ്ത്ര സാങ്കേതിക എന്തെങ്കിലുമൊക്കെ അല്ലാതെ എനിക്കറിയില്ല. ശരി കേട്ടോ, ഈ സയന്റിസ്റ്റുകളൊക്കെ സമ്മതിക്കണം. എന്തെല്ലാം കാര്യങ്ങളല്ലേ അവര് കണ്ടുപിടിക്കുന്നത്. തീർച്ചയായിട്ടും. കേരളത്തിൽ നിന്ന് ആരും ഇതുപോലത്തെ കണ്ടുപിടുത്തം ഒന്നും നടത്തുന്നില്ല ചേട്ടാ. എന്റെ പൊന്നശ്വതി, ലോകത്ത് വെച്ചിട്ട് കേരളത്തിലെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. എന്ത് കണ്ടുപിടുത്തം? അതറിയില്ലേ? ഇല്ല. മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ മലയാളികളെ വെല്ലിയിട്ടേ ലോകത്താരെങ്കിലും ഉള്ളൂ അല്ലേ? അതന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഹിറ്റായെന്ന് വെച്ചാൽ ഉടനെ ഒരാൾ കണ്ടുപിടിച്ചോണ്ട് വരും, കേട്ടാ ഇത് കൊറിയൻ പടത്തിന്റെ ചില ഭാഗങ്ങൾ അടിച്ചു മാറ്റിയതാണ്. അങ്ങനെ കണ്ടുപിടിച്ച് കുറ്റങ്ങൾ പറയാൻ മലയാളികളെ വെല്ലാൻ ലോകത്താരും തന്നെ. എന്നാലും ഈ വിളക്കില് എന്തായിരിക്കും? ഈ വിളക്കിനകത്ത് മണ്ണെണ്ണയായിരിക്കും. പണ്ട് കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ? സപ്പോസ് ഇപ്പോ ഈ വിളക്കിൽ നിന്ന് ഒരു ഭൂതം വരുന്നു. ഞാൻ ചോദിക്കുന്ന പോലെ എനിക്കായിട്ട് ഇങ്ങനെ ഒരു മണിമാളിക കെട്ടിത്തരുന്നു. എങ്ങനെയുണ്ട്? മണിമാളിക കെട്ടിത്തരും. ഇതൊക്കെ പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഭൂതം വരുന്നു, കുപ്പിക്കകത്തുനിന്ന് വേറൊരാൾ ഇറക്കുന്നു, മണിമാളികകൾ ആവശ്യമുള്ള സാധനങ്ങൾ കെട്ടിത്തരും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇത്രയും വലിയ മണിമാളികയൊക്കെ കെട്ടിപ്പൊക്കാൻ കഴിവുള്ള ഭൂതമാണെങ്കിൽ എന്തിനാ ഈ വിളക്കിനകത്ത് ചുക്കിച്ചൊളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്? അതിന് സ്വന്തമായിട്ട് തന്നെ ഇറങ്ങി ഒരു വലിയ മണിമാളിക കെട്ടി ജീവിച്ചൂടെ? അന്ധവിശ്വാസമാണ്. അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടു നടക്കരുത്. വലിച്ച് കളയുന്നേ. ഞാൻ കളയൂല. കളയതങ്ങ്. അശ്വതി കൊണ്ടുവന്ന ആള് തന്നെ പറയുന്ന അലമ്പനാണ്. ഏതലമ്പനാത്? ആരാ? ഞാൻ ഭൂതാണ്. തിരുവനന്തപുരം സ്ലാങ് ഒക്കെ പറയുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തെ ഭൂതോ? അല്ലല്ല, ഞാൻ മലപ്പുറ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞതാ. ഭൂതായ കൊണ്ട് പല ഭാഷയും സംസാരിക്കും. ആണോ? അല്ല, ആരാ എന്നെ സ്ക്രാച്ച് ചെയ്തത്? ഞാനാണ് സ്ക്രാച്ച് ചെയ്തത്. ഞാനാണ് സ്ക്രാച്ച് ചെയ്തത്. നിങ്ങളല്ല സ്ക്രാച്ച് ചെയ്തത്, ഞാനാണ്. ഈ കുട്ടിയാണ് സ്ക്രാച്ച് ചെയ്തത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതെങ്ങനെ അറിയാം? ആണുങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്നു, പെണ്ണുങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്നു, നമുക്ക് മനസ്സിലാവും. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് ഇത്? ശാസ്ത്ര സാങ്കേതിക വല്ല കഴിവ്? അതിനൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഒരു വ്യക്തിക്ക് എത്ര ശതമാനം അയാളിൽ പുരുഷനുണ്ടെന്നും സ്ത്രീ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുരുഷത്വം എത്ര ശതമാനമുണ്ട്, സ്ത്രീത്വം എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ്? അത് നമ്മള് ഇപ്പൊ ഒരു തീപ്പെട്ടി എടുത്ത് നമ്മൾ അത് കത്തിക്കുമ്പോ അത് നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തി തീപ്പെട്ടി ഉരച്ച് കത്തിക്കുമ്പോ അത് മനസ്സിലാവും. ഈ അശ്വതി, അയ്യോ പേര് പോലും കറക്റ്റ് പറഞ്ഞു. അറിയാം. അപ്പൊ ഇതിന്റെ പരീക്ഷണം നോക്കാം അല്ലേ? അതെ, നോക്കാം. ഓക്കെ. തീപ്പെട്ടി ഇതെല്ലാം കൊണ്ട് നടക്കണല്ലേ? ഇത് ഞാൻ കത്തിക്കണം. ഇത് കത്തിക്കുമ്പോ അറിയാം താങ്കളിൽ എത്ര ശതമാനം സ്ത്രീത്വം ഉണ്ട്, എത്ര ശതമാനം പുരുഷത്വം ഉണ്ടെന്ന് അറിയാം. അത് പിടിച്ചേ, തിരിച്ചു കയറരുത് കേട്ടോ. കത്തിച്ചു. അങ്ങോട്ടൊക്കെ തീ കൊണ്ടുള്ള കളി വേണ്ട. ഇനിയിപ്പോ ഞാൻ കത്തിക്കണം. നിങ്ങൾ ഇത് പറഞ്ഞില്ല, അളവ് പറഞ്ഞില്ല. ഞാൻ ഇതാണ് വ്യത്യാസം. ഇത് സ്ത്രീ കത്തിച്ചത് കേട്ടാ, ഇങ്ങനെ. ശരിയാണ്. ഇതിൽ നിന്നാണ് ആ വ്യത്യാസം മനസ്സിലാക്കുന്നത്. ഇപ്പൊ അതായത് പൂർണ്ണമായിട്ടും സ്ത്രീ തന്നെയാണ്, പുരുഷത്വം ഒരു ശകലം ഇല്ലാന്ന്. ഞാനും കറക്റ്റ് പുരുഷത്വമായിരുന്നു അല്ലേ? ഇങ്ങനെ ഉരയ്ക്കും. ഇങ്ങനെ ഉരയ്ക്കുന്നതെല്ലാം കൂടുതലും സ്ത്രീകളാണ്. ഇങ്ങനെ കൂടുതലും. അത് ഒരിക്കലും ഒരു സ്ത്രീ ഇങ്ങനെ കത്തിക്കില്ല. ഇങ്ങനെ കത്തിക്കില്ല. അതെ, നമ്മൾ പുരുഷന്മാരൊക്കെ വേറെന്താണ്? ഒരു സ്ത്രീയും പുരുഷനും ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് കാലിൽ ഒരു മുള്ളു കൊള്ളുന്നു.
രണ്ടാളുടെ ആക്ഷൻ എങ്ങനെയായിരിക്കും? ഓ, അവരാ മുള്ളെടുക്കുന്നത് കണ്ടാൽ നമുക്ക് അറിയാം. തിരിച്ചറിയാം സ്ത്രീത്വം പുരുഷത്വം കൂടുതലുണ്ടാന്ന്. ആ ശരി ഓക്കെ, അതാ ഇപ്പൊ ഇവിടെ ഒരു മുള്ളിട്ടു. അശ്വതി എങ്ങനെ എടുക്കും? മുള്ളു മുള്ള് കാലിൽ കൊണ്ടുവന്ന് പറയും. അപ്പൊ ആ കാലിൽ നിന്ന് എങ്ങനെയാണ് മുള്ള് വലിച്ചെടുക്കുന്നത്? അതെ. ആ. ദാ മുള്ളു കൊണ്ടു കാലില്. Correct. ഇത് കറക്റ്റ് 100%. 90 വരെ ഇല്ല, 100%. 100%. ആ, Thank you, ഇനി thank you. ഞാൻ. അപ്പൊ ഇതാ ആണുങ്ങൾ എങ്ങനെയാണ് മുള്ളെടുക്കുന്നത് നോക്കാം. ഞാൻ സ്ത്രീ ഇങ്ങനെ എടുക്കൂ. ഇപ്പൊ ശരി. എനിക്കറിയാം, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങളും മറ്റേ രാജാ രവിവർമ്മയുടെ ആ ചിത്രത്തിൽ തന്നെ ഉണ്ട് ഇങ്ങനെ. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്നെ ഇതിൽ സ്ക്രാച്ച് ചെയ്യുമ്പോ എന്താ ഉണ്ടാവുന്നറിയോ? നമ്മളൊരു അപ്പൊ പുരുഷനാണ് ഞാനാണ് സ്ക്രാച്ച് ചെയ്തെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും? തോന്നുന്നത്, ഈ ഭൂതങ്ങൾക്ക് തോന്നുന്നത് ഒരു ചെറിയ മുഴുവൻ വന്നിട്ട് ഒരക്കുന്ന പോലെയുണ്ട്. പെണ്ണുങ്ങളാകുമ്പോ പറഞ്ഞാൽ നല്ല മൈക്കിൽ തണ്ടുകൊണ്ട് ഇങ്ങനെ വീശുന്ന പോലെയുണ്ട്. അപ്പൊ ഭൂതങ്ങൾക്ക് എല്ലാ രൂപവും മാറാൻ പറ്റും. എല്ലാ രൂപവും മാറാൻ പറ്റും, പല രൂപങ്ങൾ മാറാൻ പറ്റും, പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റും. ആണോ? അയ്യോ, ഇങ്ങനെ പെട്ടെന്നൊക്കെ രൂപം മാറാൻ പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അടിച്ചേനച്ച് കുളിച്ചിട്ട് വൃത്തിയുള്ള രൂപത്തിന് നടന്നുകൂടെ? ഈ മുടിയൊക്കെ വെട്ടിയിട്ട് എന്തിനാ അത് മഹാവൃത്തിയായിട്ട കോലവന്നേ? അല്ല, മുടി വെട്ടാൻ പറ്റില്ല, ഈ കൊമ്പുള്ള കൊണ്ട് ആരും മുറിച്ചു തരുന്നില്ല. ശരിക്കും ഭൂതാണോ? പിന്നെ ശരിക്കും ഭൂതല്ലാതെ ഒറിജിനൽ ആട്ടാ. പിന്നെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരുമോ? പിന്നെ നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരും. പക്ഷേ എന്റെ ഒരു ആഗ്രഹമുണ്ട്, അത് നിങ്ങൾ സാധിച്ചു തരുമോ? എന്താ? തീർച്ചയായിട്ടും. കുട്ടി കല്യാണം കഴിച്ചാണ്. കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്നവരെ എനിക്ക് കല്യാണത്തിനെ പറ്റി ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോ അങ്ങനെ ഒരു ആഗ്രഹവും. ഓക്കെ, എന്തായാലും നന്നായിട്ട് ചേരും. ഭൂതവും യക്ഷിയും നമുക്ക് ഇനി പറഞ്ഞുകൊണ്ട് നടക്കാലോ. ദേ പോകുന്നു ഭൂതം കെട്ടിയ യക്ഷി. യക്ഷി എന്നല്ല, സുന്ദരിയാട്ടോ. ഭൂതങ്ങളൊക്കെ കല്യാണം കഴിക്കോ? പിന്നെ ഈ ഭൂതത്താൻ കെട്ട് എന്ന് കേട്ടില്ലേ? അതൊരു സ്ഥലപ്പേരല്ലേ? അവിടുന്നല്ലേ നമ്മളെ കെട്ട് നടക്കുന്നത്. അത് ശരി. നിങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം? കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലൊക്കെ വരും. നല്ല മുടി ഉണ്ടാകണം, നല്ല നിറം ഉണ്ടാകണം, നല്ല സ്വഭാവം ഉണ്ടാകണം, പിന്നെ നല്ല ചിരിക്കുന്നവളായിരിക്കണം, പിന്നെ നല്ല ഉയരം വേണം. നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ചിട്ട് ഇത്രയും ഗുണഗണങ്ങൾ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 5 പെമ്പിള്ളാരെങ്കിലും വിവാഹം ചെയ്യേണ്ടി വരും. 5 പെമ്പിള്ളേരെ കെട്ടിയ ഭൂതം നമ്മളെ കൂടി ഉണ്ട്. അതാരാ? പഞ്ചഭൂതം. എല്ലാം സ്ക്രാച്ച് ചെയ്തത് ആരാണ്? എന്താഗ്രഹം പറഞ്ഞോളൂ, ഞാൻ നിങ്ങളുടെ അടിമയാണ്, പറഞ്ഞോളൂ. എല്ലാ ആഗ്രഹവും സാധിച്ചു തരും. അലമ്പന. അല്ല, നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് സാധിക്കുമോ? പിന്നെ ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഭൂതമേ, ഒരു ചെറിയ സംഭവമുണ്ട്. അതായത് നമ്മുടെ ഈ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഒരുപാട് അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഒരു 2 ഫുൾ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരാം പ്ലീസ്. ബിവറേജ് ചെന്ന് ക്യൂ നിന്ന് ഒരു 2 ഫുള്ള് എങ്ങനെയെങ്കിലും. അതിനെ കൊണ്ട് കാര്യമില്ല. ബീവറേജ് പോയാലും ഭൂതായാലും യക്ഷിയായാലും ആര് പോയിട്ട് കാര്യം, എല്ലാരും ക്യൂ നിൽക്കണം. അല്ല, നിങ്ങളെ ഭൂതമല്ലേ? ഭൂതം എന്ന് പറഞ്ഞില്ല, ബീവറേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മളല്ല ഭൂതം, പിന്നെ അതിൻ്റെ ഉള്ളിൽ വില്ലടിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഇഷ്ടാനുസരണേ കിട്ടും. അപ്പൊ അത് ക്യാൻസൽ. മാത്രല്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇവരുടെ അടിമയാണ്. ഇവരുടെ അടിമയെ? എനിക്ക് സ്വന്തമായിട്ട് ഒരു അടിമയെ കിട്ടിയിരിക്കുകയാണ്. അശ്വതിക്ക് ഒരു അടിമയുള്ളതായിട്ട് എനിക്കറിയാം, അങ്ങ് ദുബായിലാണ്. അതെന്റെ ഭർത്താവല്ലേ? അത് തന്നെ പറഞ്ഞ അടിമയാന്ന്. എന്ത് വേണമെങ്കിലും സാഹചര്യം പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഇതിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഭൂതം അതുപോലെ വേണം ഡീൽ ചെയ്യാൻ. നമുക്ക് ഇന്ന് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഒരു ഗസ്റ്റിനെ വേണം. യെസ്, ഒരു ഗസ്റ്റിനെ വേണം. സാധിക്കോ? പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗസ്റ്റ്. ആദ്യമായിട്ട് പറഞ്ഞതല്ലേ, സാധിപ്പിക്കാം. അതെ, ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഡാൻസ് ഉണ്ട്, കോമഡി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. നോക്കണം. ഇതെന്തത്? നമുക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര കഷ്ടപ്പാടാ. ഇപ്പൊ ഐപാഡ് ആയതുകൊണ്ട് ഒരു പാടുമില്ല. ഓക്കെ, ഇതിൽ നോക്കിയിട്ടാണോ നിങ്ങൾ ആൾക്കാരെയൊക്കെ? അതെ, നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒരു നല്ല കോമഡി പോരെ, കോമഡി ഉള്ള ആൾ വേണം. കോമഡി വളിച്ച കോമഡി മാറ്റി വെക്കാൻ. അത് വേണ്ട, അതിന് ഞാനിവിടെ ഉണ്ടല്ലോ. നല്ലത് നോക്കി പറയാൻ. ഓക്കെ, ഇതെന്താ സാധനം? പോക്ക് കണ്ടാ മെസ്സേജ് ഇപ്പൊ വരുമോ? ഇപ്പൊ വരും. ഇതാ നിങ്ങളുടെ ഗസ്റ്റ് അലംബന. അത് ശരി, ഗസ്റ്റും അലംബനാണോ? നോ, അലംബന. ആലംബന ഗസ്റ്റാന്ന് പറഞ്ഞിട്ട് തിരിയിട്ടോമല്ലേ വന്നത്. ഇവൻ ഗസ്റ്റ് അല്ല, ഡെയിലി ഇവിടെ കയറി ഇറങ്ങുന്ന ആളാ. മാത്രമല്ല നമ്മുടെ സ്വന്തം ആളാണ്. അതെ, ഒരു മിനിറ്റ്, ഗസ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചെന്തിനാ?
എന്നാ ഗോസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പോസ്റ്റ് ആക്കാൻ തെറ്റിപ്പോയി. തെറ്റിപ്പോയ മമ്മൂട്ടിനെ അടിച്ചാ വന്ന ഡൂപ്പായി പോയി. അത് ശരി. അതെ ഈ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു അക്ഷരം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകും. അതാ ഇത് കുറച്ച് ഹാങ്ങും ഉണ്ട്, ഏത് ഹാങ് ആയി പോയിട്ടുണ്ട്. മറ്റേ ഇത് പോകുന്നില്ല ശരിക്കും. സ്ക്രാച്ച് ചെയ്യുമ്പോൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ പോകുന്നില്ല. ടച്ച് സ്ക്രീനാണ്. Touch screen ഇതുപോലെ വേറെ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ അങ്ങനെ? മുമ്പേ ഒരിക്കൽ ഇതുപോലെ മമ്മൂട്ടിനെ വരാൻ വേണ്ടിട്ട് ഒരാൾ പ്രത്യക്ഷപ്പെടുത്താൻ പറഞ്ഞു. മമ്മൂട്ടി അടിച്ച് വന്ന് നോക്കുമ്പോ മരപ്പെട്ടി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി പോയി. മനസ്സിലായി. പക്ഷെ നമ്മൾ വെറുതെ വരാറില്ലല്ലോ. ഞാൻ വരുമ്പോ എപ്പോഴും ഒരു ഓഫറും കൊടുക്കാം. ഓഫർ ഉണ്ട്, അതെന്താ? ഓഫർ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. അതെന്താ ടിനിയെ കൊണ്ടുവന്നപ്പോ നിങ്ങൾ തരുന്ന ഓഫർ എന്താ? അല്ല സാധാരണ ഇപ്പൊ നമ്മൾ ഒരു ചാക്ക് അരി എടുക്കുമ്പോ ഒരു സോപ്പ് ഫ്രീ കിട്ടുന്നില്ലേ? ഒരു ചാക്ക് അരി എടുക്കുമ്പോ ഇപ്പൊ സോപ്പൊക്കെ ഫ്രീ കിട്ടുന്നു. അതെന്തിനാ? ഈ സോപ്പ് എന്നൊക്കെ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയിൽ നിറച്ച് പ്ലാസ്റ്റിക്കിൽ അതൊന്ന് കഴുകി വെളുപ്പിക്കണ്ട. അതിന് സോപ്പും ഫ്രീ ആയിട്ട് കൊടുക്കും. അത് കറക്റ്റാ. അല്ല എന്താ പക്ഷെ ഓഫർ എന്ന് പറഞ്ഞില്ല. ഇതിപ്പോ ഏതായാലും തെറ്റിപ്പോയല്ലോ, തെറ്റിപ്പോയല്ലോ. അപ്പൊ ഒരാളെയും കൂടി നിങ്ങൾക്ക് പറയാം. ഒരു ഗസ്റ്റിനെ കൂടെ തരും. ഒരാളെ കൂടെ ഒരാളെ കൂടി പറയാം. ഞാൻ പറയാം. നമുക്കിവിടെ മ്യൂസീഷ്യൻസ് വന്നിട്ടുണ്ട്, സംവിധായകർ വന്നിട്ടുണ്ട്, നടന്മാരും നടികളും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു കവി ആയാലോ വെറൈറ്റിക്ക്? കവി ഓക്കെ, അടിപൊളിയായിരിക്കും. ഓക്കെ, നോക്കട്ടെ. കവിത അടിച്ചാ പോരെ? കവിത അല്ല കവിത. അക്ഷരം മാറിപ്പോയ അക്ഷരം കവിത കേട്ടോ, കുരങ്ങ് വരും. കുരങ്ങൊന്നും ഇവിടെ വരരുത്. ഇല്ല വന്ന് ഇല്ല, കുരങ്ങ് ഇനി വരൂല. ഇത് ഇവിടെ വയ്ക്കണോണ്ട് ഇനി വേറെ ഒരെണ്ണം വരൂല. കവിയല്ലേ? അല്ല ഡാൻസ് വേണം, വിത്ത് ഡാൻസ് ഉണ്ട്. ഓക്കെ, എന്നാ ഡാൻസ് വിത്ത് കവി. ഇതെന്താ വളരെ താളാത്മകമായിട്ടൊക്കെ വിടുന്നു. ഒരു കവി വരുന്നില്ല, ഒരു കവിതയോട് കൂടി അങ്ങ് വോട്ട്. അടിപൊളി. എന്തായാലും ഒരു നിമിഷം. ഹലോ ഭൂതമ്മ, ഇങ്ങോട്ട് വാ. നിങ്ങളിത് എന്താ പറഞ്ഞ? എവിടെ തള്ളി ഓടാൻ പോകുന്നു? അല്ല എന്നോട് ക്ഷമിക്കണം, ചെറിയൊരു തെറ്റ് പറ്റി. അതെ, എന്താ നിങ്ങൾ പറഞ്ഞ ഒരു കവിയെ കൊണ്ടുവരാന്ന്? ഇപ്പൊ ഇവിടെ വന്ന ആരാ ഇത്? നേരത്തെ മമ്മൂട്ടീനെ മിസ്സായി പോയല്ലോ നമ്മൾ. അപ്പൊ ഞാൻ ഒരു അർച്ചന നടത്തിനേനു. അപ്പൊ കവിയും അർച്ചനയും കൂടി അടിച്ചൊരു അർച്ചന കവി ആയിപ്പോയി. ക്ഷമിക്കണം. അയ്യോ, ക്ഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മുടെ മലയാളത്തിലെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഡയറക്ടർ ലാൽ ജോസ് സാർ മലയാളികൾക്ക് സംഭാവന നൽകിയ ഒരു നായികയാണ് അർച്ചന കവി. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമേ കേട്ടോ. ഈ സുരാജ് സംഭാവന എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ലേ? പക്ഷെ ഇത് ലക്ഷങ്ങൾ വിലമതിപ്പുള്ള ഒരു സംഭവം അല്ല. സംഭാവന എന്ന് പറഞ്ഞാൽ നമുക്ക് ലാൽ ജോസ് സാർ കണ്ടെത്തി തന്ന ഒരു വലിയ സംഭാവനയാണ്. ഒരു മുത്തിനെ, പവിഴത്തിനെയാണ്. അപ്പൊ സുരാജേട്ടാ, ഇനിയിപ്പോ സുരാജേട്ടൻ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുമല്ലോ അല്ലേ? അതെ.
എനിക്കിന്ന് സ്വന്തമായിട്ടൊരു ഭൂതത്തിനെ കിട്ടിയ ദിവസമാണല്ലോ. ഓക്കെ അപ്പോ എന്റെ അടിമയാണ്. അപ്പൊ ഞങ്ങൾ പോയിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. ഞാനപ്പോ ഒരു കോടീശ്വരി തിരിച്ചു വരുമ്പോൾ കാണാം. ഓക്കെ. Come on. രക്ഷിക്കണം കേട്ടോ. ഭൂതവും യക്ഷിയും കൂടിയുള്ള കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ. പറയൂ അർച്ചന കവി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. പുതിയ വിശേഷങ്ങൾ? ഞാനിപ്പം ടി എ റസാഖ് സാറിന്റെ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞുള്ളൂ ഷൂട്ട്. സുഖമായി ഇരിക്കട്ടെ എന്നാണ് ടൈറ്റിലിന്റെ പേര്. ഹായ്. സുഖമായിരിക്കട്ടെ. അല്ല ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ആണോ? അതെ. അപ്പൊ അത്ര സുഖമാവാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. അല്ല, ഇല്ല സുഖമായി ഇരിക്കുകയാണ്. തിരിച്ചുണ്ടെങ്കിൽ അത് സുഖകരമാകും. എവിടെയാ ശരിക്കും സ്വന്തം സ്ഥലം? ഞാൻ ജനിച്ചു വളർന്നത് ഡൽഹിയിലാണ്. വളർന്നോ? ജനിച്ചെന്ന് വേണമെങ്കിൽ പറയാം, എത്രയല്ലേ ഉള്ളൂ. ഇല്ല, പൊക്കം വെച്ച് ഇല്ല അത്. അതാണ് സ്റ്റൂള് വിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അതെ, ജനിച്ചു വളർന്നത് ഡൽഹിയിലാണ്. ഒരു ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞാൻ മലയാളം പഠിച്ചത്. സുരാജേട്ടാ പ്ലീസ് കൊളവാക്കില്. കുറച്ച് അവിടുന്ന് ഞാൻ പഠിച്ചിട്ട് വന്നതാണ്. ആ ഡയലോഗ് അതേപടി ഞാൻ പറയട്ടെ പ്ലീസ്. കാരണം ജനിച്ചതും വളർന്നതല്ല എവിടെയായിരുന്നു? ഡൽഹിയിലാണ്. ഡൽഹിയിലാണ്. അത് കാരണം മലയാളം അത്ര ഫ്ലുവന്റ് അല്ല. എന്നാൽ കൂടി വളരെ നന്നായിട്ട് കേരളത്തിൽ ജനിച്ചു വളർന്ന പോലെ തന്നെ മലയാളം സംസാരിക്കുന്നുണ്ട് അർച്ചന കവി. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ഇപ്പൊ വിവാഹം കഴിച്ചു. അതെന്തിനാ നമ്മള് ശരിക്കും പിന്നെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ ഒരു അപകടത്തിലേക്ക് തള്ളിയിട്ട് ചേട്ടന് ഒരു പണി കൊടുത്ത് എന്നുള്ള ലാഘവത്തോടെയാണല്ലോ ചിരിക്കുന്നത്. ഈയോടെ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് അത് ചോദിച്ചപ്പോ ഏറ്റവും ആദ്യം മനസ്സിൽ വന്നത് നേരത്തെ കഴിയണമായിരുന്നോ? അതുകൊണ്ട് എന്റെ അത്ര ലേറ്റ് ആയില്ലേ. ഇത് ചേട്ടനൊന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചാൻസ് ഉള്ളൂ. അടുത്ത ചാൻസ് എത്തി. ഓക്കെ, അങ്ങനെ ആരെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ? എന്ത് ചെയ്യണം, രണ്ടുപേരും കിട്ടിപ്പോയില്ലേ. ഇനി നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കൈൻഡ്ലി കോൺടാക്ട് സുരാജ് ഏട്ടാ. നമ്മളെ ബ്രോക്കറാക്കി. ശരി, ഞാൻ ഒരു നല്ലൊരു പയ്യനെ കൊണ്ടുവന്ന കേട്ടു. നോക്കട്ടെ, നല്ലതാണോ നോക്കണ്ടേ. അതെങ്ങനെ അറിയാൻ പറ്റും നല്ലതാണോ? അച്ഛൻ, അമ്മ എല്ലാരോടും ചോദിച്ച് അവര് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ എല്ലാവരും പറയണം കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും കൂടെ ചാടി ഇറങ്ങി പോകും. വേറെ ഓക്കെ, ഡാൻസ് ചെയ്യോ? നന്നായിട്ട് ഡാൻസ് കണ്ടു. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാ ഇപ്പൊ ഡാൻസ് കളിച്ച. അത് നമുക്ക് തന്നെ ആ ഭാഗ്യം, അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് തന്നെ കിട്ടി. പ്രത്യേകിച്ച് കോമഡി സൂപ്പർ നൈറ്റിന് തന്നെ കിട്ടി. വളരെ സന്തോഷമുണ്ട് കേട്ടോ. വേറെ ഒരു ചാനലിലും പോയിട്ട് ഡാൻസ് ഒന്നും ചെയ്തില്ലല്ലോ. ഇനി ചെയ്യണ്ട, ഫ്ലവേഴ്സിൽ വന്നിട്ട് മാത്രം ഡാൻസ് ചെയ്താൽ മതി. ഇനി അവര് വിളിക്കുമെന്ന് അറിയില്ല. അതെന്താ, ഡാൻസ് അത്ര കൊളമായിരുന്നെന്നോ? ഇല്ല, നന്നായിട്ടില്ലേ? കണ്ടില്ല എല്ലാവരും? ശരി, നല്ലതാണോ മോശമായിരുന്നോ ഇപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. നല്ലതായിരുന്നോ? നല്ലതാണെങ്കിൽ കയ്യടി. നല്ലതായിരുന്നു. പാട്ട് പാടുമോ? ഇല്ല, പാടുപാടും. ഞാൻ പാടിയാ കുഴപ്പമില്ല. ഡാൻസ് വലിയ വിഷയമാണെന്നല്ലേ പറഞ്ഞു. പക്ഷെ പാട്ടും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ടിനിച്ചേട്ടൻ പാടും, ഞാൻ കൂടെ പാടും. ടിനി ഒന്ന് പാടി കൊടുക്കാം. ടിനിച്ചേട്ടാ ടിനിയുടെ മനസ്സിൽ വരണ്ടായിരുന്നു. അല്ല അർച്ചന, നമുക്ക് പാട്ടിൽ നിന്ന് മാറാം, കുറച്ച് മാറാം അല്ലേ? പാട്ടൊക്കെ കേട്ട് അല്ലേ? ഇനി ഞാൻ പാടിയിട്ട് പാട്ട് പാടുന്നത് ആൾക്കാർ വിളിച്ചു കുഞ്ഞിന് ഹോർലിക്സ് ഡൽഹിയിലല്ലേ? സ്പീഡിൽ തെറ്റാതെ പറയണേ. നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളം നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. പാട്ട് പാടണ്ട, പാട്ടിന്റെ ചെറിയൊരു ലൈൻ തന്നെ തരാം. കളകള മിളകും ഒരു അരുവികൾ അലകളിൽ ഒരു കുളിരൊരു പുളകം. പാട്. കലകലം എന്തോ കാലം ഒരു കാര്യമൊക്കെ. കളകളം ഇളകും ഒരു അരുവികൾ അലകളിൽ ഒരു കുളിൽ ഒരു പുളകം. ഞാനിവിടുന്ന് പോകുന്ന മുമ്പ് സുരാജേട്ടൻ മലയാളം മറക്കും. കളകളം ഇളകും ഒരു അരുവികൾ അലകളിൽ. ഈ ഫുൾ എപ്പിസോഡ് ഇത് തന്നെ നമ്മൾ ചെയ്തോണ്ടിരിക്കും. ആണോ? എന്നാലും ട്രൈ ചെയ്തു. കലകലം മുഴകലം, ബാക്കി അറിയില്ല. കളകളം ഇളകും ഒരു അരുവികൾ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. ഓക്കെ, അത് ഗംഭീരമായിട്ട് ചെയ്തു. എന്തായാലും അർച്ചനന് എന്താന്ന് പറയുക, ആ സ്പിരിറ്റ് എടുത്ത് ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നല്ലോ. അതിന് ശ്രമിക്കുമെങ്കിലും ചെയ്തു. ശ്രമങ്ങളാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന മറ്റൊന്നുമില്ല, എല്ലാ സെലിബ്രിറ്റീസും പ്രത്യേകിച്ച്
നടിമാര് അതെ. ഒരു ഹോബീസ് അങ്ങ് കൂടും കാശൊക്കെ കുറച്ച് കിട്ടി കഴിയുമ്പോൾ. പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്ത നടിമാർക്ക് അതെ ഒരു അതെ. ഹോബിയുണ്ട്. അപ്പൊ ഈ രഞ്ജിനി ഹരിദാസ് ഒക്കെ എന്താ റോട്ടീന്ന് പട്ടീനൊക്കെ എടുത്ത് വളർത്തി അല്ലേ? അതെ, അതെ. ഹോബീസ് അങ്ങ് കൂടി പോയിട്ട്. അപ്പൊ ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പെറ്റ്സിനെ വളർത്തും. പെറ്റ്സ് ആണ് മെയിൻ ആയിട്ട്. എന്റെ പപ്പിക്കുട്ടി ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല എന്ന് പറയും. ആദ്യം വെറുതെ ഒക്കെ കിടന്നുറങ്ങിയവരായിരിക്കും, പക്ഷെ അങ്ങനെ ശീലം എന്തെങ്കിലും ഉണ്ടോ? പെറ്റ്സ് എനിക്കൊരു ഡോഗ് ഉണ്ട്. ഡോഗ് ഉണ്ട്, ഭയങ്കര എന്റെ ഇഷ്ടം. പേര് വിസ്കിയാണ്. വിസ്കിയോ? എനിക്ക് വയ്യ. അത് ആണാണോ പെണ്ണാണോ? പെണ്ണാണ്. അപ്പൊ പെണ്ണിനെയാണ് വിസ്കി എന്ന് പറയുന്നത്, മറ്റായിരുന്നെങ്കിൽ ബ്രാൻഡി ആയനെ. ആണായിരുന്നെങ്കിൽ. ഇപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടി. എന്തിനാണെന്നറിയാം, ഇവർ പോലെയുള്ള കല്യാണം കഴിക്കാത്ത ഇതുപോലെ യുവ പിന്നെ കലാകാരികൾ പട്ടിയെ അതിന് നമ്മളെ തിളങ്ങി നിൽക്കുന്ന ആരാധനാപാത്രമായ അർച്ചന കവി പട്ടിയെ കൊണ്ട് കിടക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇവര് പറഞ്ഞ അനുസരിക്കുന്ന ഒരു ജീവിയെങ്കിലും വേണ്ടേ, ഒരാളെങ്കിലും വേണ്ടേ? അല്ല, കല്യാണത്തിന് മുമ്പ് ഒരു ട്രെയിനിങ് വേണമല്ലോ. ട്രെയിനിങ് കല്യാണത്തിന് ശേഷം പിന്നെ ഭർത്താവ് വരുമല്ലോ. അർച്ചന തന്നെ പറഞ്ഞു അങ്ങനെ കല്യാണമൊന്നും നടക്കില്ല എന്ന്. അതെ. അതെന്തേ എന്താ അങ്ങനെ പറയുന്നത്? ഈ സുരാജ് എങ്ങനെയാണ് ആക്ടിങ് പഠിച്ചതെന്നറിയോ? ഇങ്ങനെ? ഞാൻ പട്ടികളിൽ നിന്നാണ്. പട്ടികളിൽ നിന്നാണ്. അതായത് പട്ടികളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താ ഇങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് അതിന്റെ ഓണറും കൂടെ അടുത്തുണ്ടെങ്കിൽ. അല്ല, ഇപ്പൊ ഞാൻ ഓണറാണ്. ഇപ്പൊ പുറത്തുനിന്ന് ഒരു അതിഥി വരാണ്, ഇത് കിടക്കണേ. വാ. ടിങ് ടോങ്. ഓണർ വന്നു പതുക്കെ. എന്നെ കാണിക്കുന്നതാണ് പിന്നെ ഈ താങ്ക് യു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന വീട്ടിൽ വളരുന്ന പട്ടികളും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാലേ അറിയാം. ഇപ്പൊ പറയും ജോണി ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ കിടന്ന് ഉറങ്ങിയിരിക്കും പട്ടി. ജോണി എന്ന് വിളിക്കണ്ടേ? ജോണി. എന്റെ അമ്മാവന്റെ പേരാ ജോണി. അയ്യോ, ഏതെങ്കിലും ഒരു പട്ടിയുടെ പേര് പറയും, നായിയുടെ ഒരു പേര് പറയും. ടോമി. ടോമി എന്റെ ജിമ്മി. ഓക്കെ, ജിമ്മി. ഒന്ന് ചിരിച്ചിരുന്നോട്ടെ. ഇവിടെ നിൽക്കുകയാണ് പട്ടി, ഇങ്ങനെ കിടക്കുകയാണ്. നായി ഇങ്ങനെ കിടക്കുകയാണ്. ജിമ്മി. എങ്കിലും പറയും. അത് ഇംഗ്ലീഷിലെ സംസാരിക്കും. അതുപോലെ ഓരോ മനുഷ്യരെ കാണുമ്പോഴും ഓരോ പട്ടിയുടെ ചായ ഉണ്ടാവും. ഇപ്പൊ സുരാനെ കാണുമ്പോൾ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ലുക്കില്ലേ? ടിനിയെ കാണുമ്പോ ആര മുഖം? പട്ടിയില്ല, മനുഷ്യന്റെ ലുക്ക് തന്നെ. അല്ല കറക്റ്റ്. പട്ടികളെ കുറിച്ച് പറയുമ്പോ ഡോബർമാൻ ആയിക്കോ? ഡോബർമാന്റെ ഒരു ലുക്കാണ്. പക്ഷെ ഈ മുഖം കാണുമ്പോഴോ പൂഡിൽ മറ്റേ. പക്ഷെ ഒരിക്കലും പട്ടികളെ നമ്മൾ കളിയാക്കാൻ പാടില്ല. കാരണം ഏറ്റവും സ്നേഹമുള്ളൊരു ജീവി. നമ്മളൊരു ബിസ്ക്കറ്റ് ഇന്ന് റോട്ടിൽ നിൽക്കുന്ന പട്ടിക്ക് ഇട്ട് കൊടുത്താൽ നാളെ നമ്മൾ തിരിച്ചു വരുമ്പോൾ വാലാട്ടിയിരിക്കും അല്ലെ? കറക്റ്റ്. ഇത്രയും സ്നേഹമുള്ള ഒരു മൃഗം എന്ന് പറയുന്നത്, മൃഗമല്ല ജന്തു അല്ലേ? അതെ, ഒരു മൃഗം. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല, നീ ഞാനും പോലെയാണ്. മൃഗവും ജന്തു. അപ്പോ നമ്മളെ സ്നേഹിക്കുന്ന മൃഗം, അതായത് ഒരു പട്ടി, അതൊരു രാഷ്ട്രീയക്കാരനായി വന്നാൽ എങ്ങനെയായിരിക്കും? കാര്യം വെച്ചാൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ പട്ടികളും മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപക്ഷെ പട്ടികൾ മത്സരിക്കാനായിട്ട് വന്നാൽ അല്ലേ, നായ്ക്കൾ മത്സരിക്കാനായിട്ട് രാഷ്ട്രീയക്കാരനായ പട്ടി ഇലക്ഷൻ പ്രചരണത്തിന് എത്തുകയാണ്, അതെങ്ങനെയായിരിക്കും പ്രസംഗിക്കുന്നത്? ഞാനത് മലയാളം വിവർത്തനം തരാം. ഇത് കുരയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥി അടിച്ചോടിക്കുക. എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരും. ഈ രാഷ്ട്രീയക്കാരൻ വോട്ട് പിടിക്കാൻ പോകുന്നു. ഒരു വീട്ടമ്മയാണ് ചെല്ലിയാണ്. വോട്ട് പിടിക്കാൻ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ നോക്കിയോ? പാലാട്ടി കാര്യം കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ വിജയിപ്പിക്കും. വോട്ട് കൊടുത്ത് വിജയിച്ച് വിജയിച്ചതിന് ശേഷം വന്നിരിക്കുകയാണ്. മന്ത്രിയായി ഖജനാവ് നിൽക്കുകയാണ്. ഖജനാവ്. ഇനി ആരെങ്കിലും ഈ ഖജനാവിൽ കൈയിട്ട് വരാൻ വന്നാൽ ഇതിന്റെ രൂപം അങ്ങ് മാറും. ഇത് കൈയിട്ട് വരാൻ പറയണേ. ഒരാളെ അടിപ്പിക്കില്ല, സ്വന്തമായിട്ട് തന്നെ അടിച്ചോണ്ട് പോകും. ഇപ്പൊ മന്ത്രിയായിരിക്കണം, നിവേദനമായിട്ട് ഒരു സാധാരണ ഒരു വോട്ടർ കാണാൻ പോവുകയാണ്. സാർ, എൻ്റെ ആ ജോലിയുടെ കാര്യം അല്ല, ഇത് വലിയ വിഷയമാണ് സാർ. എന്റെ പൊന്നു, മൈൻഡ് ചെയ്യില്ല. ഇതുപോലെയാണ്, ഇപ്പോഴത്തെ പോലെ തന്നെയാണ് സാറേ. ഒന്നും പറയില്ല, എങ്ങനെയെങ്കിലും ജീവൻ മരണ പോരാട്ടോ. അപ്പൊ ഞാനെന്നാ ഇത് നാളെ തന്നെ നടത്തി തരൂ. നാളെ നടത്തി തരും. വിശ്വാസപൂർവ്വം ഞാൻ പോവും. അവിടെ നടക്കുന്നതോ ഇനി പല വീടുകളിലും പല റേഞ്ചിലുള്ള പട്ടിയുണ്ട്. അത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ഇഷ്ടമനുസരിച്ചിട്ടും ഉള്ള കാറ്റഗറി തിരിച്ചാണ് പട്ടികളെ വളർത്തുന്നത് ചില വീടുകളിൽ. ഇതിപ്പോ ഉയർന്ന വീടുകളിലൊക്കെ ഉള്ള പട്ടിയാണെങ്കിൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ആ ലെവലുള്ള സാധനമായിരിക്കും. ജർമ്മൻ ഷെപ്പേർഡ്. അപ്പൊ അങ്ങനെയുള്ള പട്ടികളെല്ലാം കൂടി
തീരുമാനിക്കുകയാണ്, ബിവറേജസിൽ ചെന്ന് ക്യൂ നിന്ന് വെള്ളമടിക്കുന്നത് പിന്നെ മനുഷ്യർ മാത്രമല്ല നമുക്കും സാധിക്കും എന്ന് അവർ തെളിയിക്കാൻ പോവുകയാണ്. ഇപ്പൊ ബിവറേജസിൽ ക്യൂ നിൽക്കാൻ പോവാണ് ഓരോ പട്ടികൾ. ആദ്യം ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ജർമ്മൻ ഷിപ്പേഡ്, ജർമ്മൻ ഷെപ്പേർഡ്, അതാണ് ബിവറേജസിൽ വന്ന് നിന്ന് അതിന്റെ ആളോട് സംസാരിക്കണമെങ്കിൽ ഏത് തരം മദ്യം ആയിരിക്കും, എത്രത്തോളം അളവ് എന്നല്ല എല്ലാം അതിന്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും. എന്താണ് ഉടനെ ഫുള്ള് വാങ്ങിക്കും, നേരെ പോകും. പിന്നെ വേറൊരു ഒരു ആവറേജ് തരത്തിലുള്ള വീട്ടിൽ വളർത്തുന്ന പട്ടികളുണ്ട്. അത് ഏതാണ്? അത് ഏകദേശം ഒരു പോമറേനിയനൊക്കെ ആയിരിക്കും. പോമറേന് അതും ഇംഗ്ലീഷൊക്കെ സംസാരിക്കും കേട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീട്ടില നേരെ വരും, ബിവറേജിൽ വരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷ. അവരവരുടെ ആവത് അനുസരിച്ചിട്ട് മദ്യം വാങ്ങി കുടിക്കുന്ന ചില ഇനം പട്ടികളുണ്ട്. അത് വീട്ടിൽ ഡാഷ് കുഞ്ഞു പട്ടികളുണ്ട്. അത് നേരെ ചെല്ലും, വാട്ടർ കൊടുക്കും, നേരെ പോകും. ഇനി അടുത്ത് വരുന്നത് സാധാരണ ബിവറേജിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിച്ചു പോകും. നമ്മുടെ പഞ്ചായത്തിൽ വളരുന്ന എല്ലാവരും അടിച്ചു ഓടിക്കുന്ന പട്ടിയുണ്ട്. അത് ചെന്ന് വാങ്ങുന്നതും അതിൻ്റെതായ ശൈലിയിലായിരിക്കും ചെന്നിട്ട് പറയുന്നത്. നാടൻ പട്ടി ബിവറേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് ചോദിക്കണേ. അതങ്ങനെ പറയൂ. എങ്ങനെയുണ്ട് പട്ടിക്കഥ? അച്ഛനിക്ക് വേണ്ടിട്ട് പട്ടിയുടെ വിസ്കി അല്ലേ, ഞങ്ങൾ ബീവറേജ് കണക്ട് ചെയ്തത്. ചെന്നിരിക്കൂ. വിസ്കി അല്ല, പിന്നെ ബ്രാൻഡി. അർച്ചന. താങ്ക് യു. എന്താണത്? ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ പോകുന്നുണ്ടല്ലോ. സുരാജേട്ടാ മണിപാളി എന്ത് കിട്ടി? ഇയാള് അലമ്പനാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചോ ഇയാള് മഹാലമ്പനാട്ടോ. കേട്ടവനാണല്ലേ? എന്താ കാര്യം? ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴേ അവിടെ വന്നിട്ട് അവിടെ ഇരുന്ന പഴംപൊരിയും ചായലും എടുത്ത് കഴിച്ചു. ഭൂതമല്ലേ, പാവം വിശന്നിട്ടായിരിക്കും, കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് മാത്രല്ല, ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയി കഴിയുമ്പോ അവിടെ വന്നിട്ട് ഫുള്ള് മേക്കപ്പ് എല്ലാം എടുത്തിട്ട് വന്നിരിക്കും. പ്രശ്നമല്ല, മേക്കപ്പ് ആൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. അവനെ കൊണ്ട് രക്ഷപ്പെടാൻ പോയ ആളല്ലേ. ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോയപ്പോ ഇയാള് കൂടെ വരുന്നു. അത് വേണം. എന്താ ഇവിടുന്ന് എന്നോട് വെല്ലുവിളിച്ചിട്ട് പോയത്? കണ്ടോ സുരായിട്ടം കണ്ടോ, ഞാൻ കോടീശ്വരിയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഇത് തന്നെയാണ് പെണ്ണുങ്ങളുടെ. മാപ്പ് തരണം, കാലൊന്നും പിടിക്കണ്ട. പക്ഷെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2 മന്ത്രവാദിയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇയാളെ കുപ്പിക്കകത്ത് തിരിച്ചാക്കാൻ വേണ്ടി. ശരിക്കും സുരാജേട്ടനോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ? മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചല്ലോ. സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല, ആളെ കൊണ്ടുപോയിട്ട് നീ എങ്ങാനും കാശുകാരിയായി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കഥ. ഞാനും ഒരു മലയാളിയാണ്, അത് മനസ്സിലാക്കണം. ഇത് ഏർപ്പെടുന്ന പ്രശ്നമാക്കണ്ട. ഞാൻ ഡീൽ ചെയ്തല്ലോ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. പൊക്ക പൊക്ക പൊക്ക. ഇങ്ങക്കാ നിങ്ങൾ പോയി ചെയ്തോ. ശിഷ്യ, ഒഴിപ്പിക്കൽ തുടങ്ങാം. ആയിക്കോട്ടെ. ഓം ധിയായന്ത സ്വാഹ, ഓം സ്വഹായന്ത സ്വാഹ, ഓം പഞ്ചഭൂതായ സ്വാഹ. എടോ, ഭൂതത്തെ ഒഴിപ്പിക്കാൻ വന്നിട്ട് നീ എന്താ സ്മോളടിക്കാനാ? എന്റെ ആശാനെ, ഭൂതത്തിന് കയറാൻ ഒരു കുപ്പി വേണ്ടേ? വേണം. അപ്പൊ പിന്നെ ഇതിലുള്ളത് ഒഴിപ്പിക്കണ്ടേ? ഒഴിപ്പിക്കണം. ഞാൻ അത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കണേ. ആലംബന, 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 ആലംബന. നീ എവിടെയാണ്? എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്നിട്ട് കുപ്പിക്കാരൻ നിന്നോടോ പറഞ്ഞത്? കുപ്പിക്കാരൻ നിനക്ക് ഞാനാണെന്നറിയോ? എന്താ ആശാൻ, എത്ര നാൾ ആശാന്റെ കൂടെ ഞാൻ നടന്നിട്ട് എന്നെ ആരെന്ന് ആശാൻ അറിയില്ലേ? ആലംബന, നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ആശാനെ, മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വൈബ്രേറ്റ് ചെയ്യുന്നതല്ല, ഇത് ഞാൻ മന്ത്രം ചൊല്ലുന്നതാ. ഓം നമഃ, ഓം സുട്ടാലടിക്കായ നമഃ. ആലംബന, ആലംബന, നിനക്ക് ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുപ്പി കയറാൻ. ആലംബന,
ആലംബന ദേ പൊന്നെ ഇപ്പൊ എന്റെ ആശാന്റെ ജീവൻ പോയല്ലോ. എന്റെ ആശാനെ ശ്വാസം മുട്ടുള്ള ആശാൻ എന്തിനാ എത്ര ബുദ്ധിമുട്ടണേ? നമ്മുടെ അന്നം മുട്ടൂലേ? ആഹാ. അല്ല നിങ്ങൾ ആരെങ്കിലും ഭൂതത്തിനെ കണ്ടിനാ? ഇവിടെ കണ്ടാ മോള് കണ്ടാ? ഭൂതത്തിനാ ഒരു ഭൂതം ഭൂതം വല്യപ്പ കണ്ടാ? എല്ലാ ചങ്ങായിമാരെ നിങ്ങളെ ഭൂതത്തിനെ കണ്ടിനാ? ചങ്ങാതിമാരാ? അല്ല നിങ്ങൾ രണ്ടുപേരും ചങ്ങാതിമാരല്ലേ? ഞങ്ങള് 3 പേരും ചങ്ങാതിമാരാണ്. അതുകൊണ്ടല്ലേ ആശാൻ ചങ്ങാതിമാരെന്ന് വിളിച്ചേ? അല്ല നിങ്ങൾ ശരിക്കും കണ്ടിനാ ഭൂതത്തിനെ? ഭൂതത്തെ കണ്ട് നിങ്ങളെ കൈ കൊണ്ട് തരാനാണ്. ഇല്ല, ഭൂതത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കില്ലേ? അല്ല നിങ്ങൾ കാണിച്ചു തന്നെ പിടിക്കായിരുന്നു. അങ്ങനെ കാണിച്ചെന്ന് പിടിക്കണ്ട. നിങ്ങൾ മന്ത്രവാദികളല്ലേ, മന്ത്രവാദത്തിലൂടെ ഭൂതത്തിനെ പിടിക്കും. ഇവിടെ ഇതിനകത്തെല്ലാം ചുറ്റി തിരിയുന്നുണ്ട്. അല്ലോ, നിങ്ങൾക്ക് കാശ് കൊടുത്ത് കൊണ്ടുവന്നേക്കണത് നിങ്ങൾ പിടിക്കാൻ വേണ്ടി, അല്ലാണ്ട് നമ്മൾ കണ്ടാന്ന് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കണത്. കാണിച്ചെന്നാ മതി, ആശാൻ അപ്പ പിടിക്കും. അതിപ്പോ ഞങ്ങൾക്കും പിടിക്കാൻ പറ്റില്ലേ? അതെ, നിങ്ങൾ ഈ ഭൂതത്തിനെ മാത്രം പിടിക്കുള്ളൂ. ഏയ് മഴക്കാലായി കഴിഞ്ഞ ആശാൻ നല്ല തവളേനെ പിടിക്കും. കഴിഞ്ഞ ആഴ്ച ഒരു പച്ച തവളേനെ പിടിച്ചു. യക്ഷി തവള, യക്ഷി തവള. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഭൂതത്തിനെ കുപ്പിയിൽ തന്നെ ആക്കുന്നത് എന്തിനാ? കുപ്പിയിൽ എന്തിനാ ആ ആക്കുന്നത്? കുപ്പിയിലാക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് എന്താ ജോലി? സിനിമയില് സിനിമയിലേക്കല്ലേ, അതെ. സിനിമാക്കാരല്ലേ? ആ. അപ്പൊ നിങ്ങള് ഈ ചില ഡയറക്ടർമാര് പ്രൊഡ്യൂസറെ കുപ്പിയിലാക്കാറില്ല നല്ല സിനിമ പിടിക്കാൻ വേണ്ടിട്ട് ആകാറില്ലേ? അതേപോലെ നിങ്ങൾ സിനിമ നടന്മാരാണല്ലോ, നിങ്ങൾ നല്ല സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടർമാരെയൊക്കെ കുപ്പിയിലാക്കില്ല നല്ല നല്ല വേഷങ്ങൾ കിട്ടാൻ വേണ്ടിട്ട്. അതേപോലെ ഈ ഭൂതത്തെ കുപ്പിയിലാക്കിയാൽ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടും. എല്ലാവരും കുപ്പിയിലാക്കി. അല്ല, ഈ കുപ്പിയിലാക്കുന്ന ഭൂതത്തിന്റെ ഭക്ഷണം എന്താ പരിപാടി? എന്റെ പൊന്നു സുഹൃത്തെ, ഭൂതത്തിന് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും വേണ്ട. 4 പൊതി കാജാബീഡി കൊടുത്താൽ മതി. അതിന്റെ ഉള്ളിൽ ഇരുന്ന് വലിയോട് വലിയല്ലേ. ഓ, വലിയോട് വലിയ. അല്ല, അപ്പൊ ഈ ഭൂതം ഈ പരിപാടി ഇത് നമ്മുടെ പരസ്യമൊന്നും കാണാറില്ല? ഈ ശ്വാസകോശം എങ്ങനെയാണ് സുരാജ്? അതെങ്ങനെ? ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താരും ഒന്നും പ്രതികരിക്കാത്തത്? സിഗരറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അപ്പൊ ഈ ഭൂതം കാണാറില്ലേ? ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യം കാണാറില്ലേ? ഈ ഭൂതത്തിന്റെ ശ്വാസകോശം മാത്രല്ല, ശരീരം മൊത്തം സ്പോഞ്ച് പോലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുപ്പി കയറ്റാൻ പറ്റുന്നത് ഇതിനെ. അല്ല, ഈ ഭൂതം എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? എപ്പോഴും ആലംബന എന്ന് പറഞ്ഞു ഭയങ്കര ആ ചിരി കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര പേടിയാ. എന്റെ പൊന്നു സാറന്മാരെ, ഭൂതൊന്നും പൊട്ടിച്ചിരിക്കില്ല. പിന്നെ? സ്ഥിരം ഇരുന്ന് ഈ ബീഡി വലിയല്ലേ, ചുമയല്ലേ. ഈ ചിരിക്ക് നമുക്ക് ചിരിയായിട്ട് തോന്നുന്നതാണ്. ശരിക്കും ഇതെല്ലാം വലിച്ച് ഇതെല്ലാം ഇതിന്റെ പ്രശ്നം കൊണ്ടാ. ദാ ഈ ആണല്ലേ? പ്രശ്നം കൊണ്ട് വലിയുടെ പ്രശ്നം. വലി കുറച്ചാൽ ചുമയും ചിരിയൊക്കെ കുറയും. ഓ സുരാജേ, ഇയാള് വലിച്ചാണ് ഈ കുപ്പി തുറക്കുമ്പോ ഈ പുക ആദ്യം അങ്ങോട്ട് വരുന്നത്. ശരിക്കും ഈ ആലംബന എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂതങ്ങളൊക്കെ ശരിക്കും അലമ്പന്മാരാണ്. അതുകൊണ്ടാണ് ആലംബന 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 എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ചുമച്ച് അങ്ങനെ അങ്ങനെ വന്നു പോകും, പലതും വന്നു പോകും. അല്ല, നിങ്ങൾ ഇനി കൂടുതൽ സമയം നിൽക്കണ്ട, പെട്ടെന്ന് പോയി ഭൂതത്തെ പിടിക്കുക. ഭൂത ഏത് ഏരിയ എന്ന് പറയാൻ പറ്റുമോ? ഇതേ ആ ലെഫ്റ്റ് സൈഡിലോട്ട്. ആശാനെ, അശ്വതി അവിടെയാ ഉള്ളത്. അവിടെ ഭൂതവും കാണും. ആലംബന നീ എവിടെയാണ്? ആലംബന നീ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്റെ മുമ്പിൽ നിന്നാ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എടാ, പിടിക്ക്, ഭൂതം പിടിക്ക്, പിടിക്ക്, പിടിക്ക്. ആ, പിടിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞാ പിടിക്കാൻ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ചെറിയൊരു ഇടവേള. ഒറ്റച്ചരടിൽ കെട്ടിത്തൂക്കും ഒറ്റക്കളറിൻ തുണിയാണല്ലോ പാവാട. ഓം സുട്ടാലടിക്ക് സ്വാഹ, ഓം ദിയാനന്ദ സ്വാഹ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അവിടെ അങ്ങനെ നിൽക്കല്ലേ പ്ലീസ്. ഇവിടെ ഒരു വലിയ ഫ്ലോറാണ്. ഇവിടെ ഷൂട്ടിംഗ് നടക്കണം. ഒന്ന് മാറിയേക്കും. ഇത് എന്താ ഒന്ന് മാറിയേക്ക് നിങ്ങൾ. മാറിക്കണം? ആ, ഹലോ, ഇവിടുന്ന് അങ്ങോട്ട് മാറിയേക്കാൻ. ഫീൽഡാണ്, ഫീൽഡ്. ഫീൽഡാണോ? ആ, മാറിയേക്ക്. ഏ? അങ്ങോട്ട് മാറിയേക്കാൻ. ഹലോ, ഫീൽഡാണ്. ഹലോ, ഇവിടെ നിൽക്കല്ലേ. ഇപ്പൊ എന്താ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്തിനാ? അയ്യോ സുരാജ്, ഇദ്ദേഹത്തിന് എനിക്കറിയാം.
എങ്ങനെ അറിയാം? മലപ്പുറത്തല്ലേ? അതെ അതെ. നടുവിലെ പള്ളിയില മൊയിലാരി. ആ മനസ്സിലായി. അയ്യോ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ പരിപാടി? ഇക്കനെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു കേട്ടോ അവിടെ. പള്ളിയിലാ? ആ പള്ളിയല്ല, നാട്ടിൽ മൊത്തം അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്ത് കംപ്ലൈന്റ്? ഇക്കയുടെ വാങ്കുവിളി ഭയങ്കര മോശമെന്നുള്ള ഒരു ഈണം പോരാ. എന്നാ പിന്നെ യേശുദാസിനെ കൊടുത്ത് ബാങ്ക് വിളിപ്പിക്കട്ടെ. ഇത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ് ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് സംഗീത കച്ചേരി അല്ല. മനസ്സിലായ? അതല്ല, ഇതെന്താ ഇവിടെ ഒരു പാട് നെറ്റില്? ഈ പാടാ ആ. അത് ഞാൻ ഇങ്ങനെ നടന്നു പോണ വഴിക്ക് ഒരു മരത്തിന്റെ കൊമ്പ് കണ്ട് വീണ് ഒറ്റ കുത്ത്. ഓ ഇക്കൊക്കെ ഗുരുത്തുണ്ട് കേട്ടോ. ഒരു ഇത്തിരി മാറിയ കണ്ണു പോയേനെ. എന്താ പറഞ്ഞേ? ഗുരുത്തുണ്ട്, ഇത്തിരി മാറിയ കണ്ണു പോയേനേന്ന്. താങ്ക് യു. എന്താ ഇതുകൊണ്ട് പറക്കട്ടെ. ഒരു കുഴപ്പമില്ലോ. കുഴപ്പമില്ല. അതെ, ആ. ഇത് ഞാൻ ഒട്ടിച്ചതിന് വേറൊരു കഥയുണ്ട്. എന്താ അത്? അതായത് ചെറുപ്പം മുതൽ എന്റെ നാട്ടുകാർ ഗുരുത്തില്ലാത്തവൻ ഗുരുത്തില്ലാത്തവൻ ആ ഗുരുത്തം കെട്ടാന്ന് വിളിക്കണം പണ്ട് പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഒട്ടിച്ചതിന് ശേഷം ഗുരുത്തുള്ളതെന്ന് പറഞ്ഞപ്പോ ടിനി എന്നെ പറഞ്ഞില്ലേ? ഓ അപ്പൊ ഇങ്ങനെ ഒരു മുറിവില്ല. അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയാണ് ഈ കഥയും ഈ ബാൻഡേജ്. വേറൊരു കഥ. അതെ മുല്ലേരെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ആ. ഇപ്പൊ ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഓതിയിട്ട് ഇങ്ങനെ ഊതിപ്പിക്കുക വെള്ളം ഊതിപ്പിക്കണ പേടി മാറ്റാൻ വേണ്ടി. പേടി മാറ്റാൻ വേണ്ടിട്ട് ഇങ്ങനെ വെള്ളം ഊതിപ്പിക്കുക. ഊതിപ്പിക്കും. അതായത് ഈ വെള്ളം എടുത്തിട്ട് നമ്മൾ പേടി മാറ്റാൻ വേണ്ടി ഊതിക്കും. ഓ ഊതിക്കും ഇങ്ങനെ. ഇപ്പൊ അത് മൊത്തം കേരള പോലീസ് ഏറ്റെടുത്ത് വെള്ളം അടിച്ചവര് വന്ന് ഊതിപ്പിക്കും. ആ പേടി കൂടും ചെയ്യും. രണ്ടിലും പേടിയുണ്ട്. അല്ല വേറൊരു പ്രയോഗം ഉണ്ടായിരുന്നില്ല, ഈ ചുട്ട കോഴീനെ പറപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായില്ലേ? എന്റെ പടച്ചവനെ ഇപ്പൊ ചുട്ടക്കോഴൊന്നും പറപ്പിക്കാൻ പറ്റൂല. 150 റുപ്യ നാടൻ കോഴിക്ക് വില. മറ്റേ ബിരിയാണിക്ക് അല്ലേ കുഴിമന്തി. ആ കുഴിമന്തി. കുഴിമന്തി വേണമെങ്കിൽ പറപ്പിക്കാം ചെറുതായിട്ട് ഇങ്ങനെ. ഓ ശരി ശരി. അപ്പൊ ഈ മറ്റേ ഒഴിപ്പിക്കുന്നു എന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ലേ? ഒഴിപ്പിക്കല. ഇപ്പൊ ഒഴിപ്പിക്കലൊന്നുമില്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വലിയൊരു ഒഴിപ്പിക്കൽ നടത്തി. എന്റെ കല്യാണം കഴിഞ്ഞ് ഭാര്യ കണ്ട് കേറി വന്ന വശം എന്റെ വാപ്പേനും ഉമ്മേനും ഞാനാണ്ട് ഒഴിപ്പിച്ചു. കുടിയെന്നാണ്ട് ഒഴിപ്പിച്ച് കളഞ്ഞ്. ഓൾക്ക് ഇഷ്ടല്ല, അപ്പൊ ഞാൻ അവരെ ഒഴിപ്പിച്ച് കളഞ്ഞ്. ഇപ്പൊ ഇടയ്ക്ക് നമ്മുടെ താഴെ മോൻ 12 മണിക്ക് എനിക്ക് മൂത്ര വയ്ക്കാൻ പറയും. അപ്പൊ അവനൊന്ന് ഒഴിപ്പിക്കും. അങ്ങനെ കൊണ്ടുപോയി ഒഴിപ്പിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ ഒഴിപ്പിക്കൽ മാത്രമാവും. ഇക്കനെ കാണാൻ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഇക്ക ഉണ്ടായിരുന്നില്ല വീട്ടില്. കഴിഞ്ഞ മാസം വെള്ളിയാഴ്ചയാണോ ഈ വെള്ളിയാഴ്ചയാണോ? അല്ലല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച. കഴിഞ്ഞ വെള്ളിയാഴ്ച. പക്ഷെ ഇക്ക ഉണ്ടായിരുന്നില്ല, വൈഫ് ഉണ്ടായിരുന്നു. എന്റെ വൈഫ് ഉണ്ടായിരുന്നു. വൈഫിന് എന്തോ ജലദോഷമൊക്കെ ഇട്ടിരിക്കുന്നു. അവൾക്ക് ജലദോഷമുള്ള സമയത്ത് വെള്ളിയാഴ്ച അത് തന്നെ. അത് നീയാണല്ലോ വന്നത്. അത് ശരി. എങ്ങനെ ഇപ്പൊ ജലദോഷമൊക്കെ മാറിയോ? ജലദോഷമൊക്കെ മാറി. ഇപ്പൊ നീ അവിടെ വന്നിരുന്നില്ലേ? അതിന് പേരുദോഷം ഇപ്പോഴും മാറിയിട്ടില്ല. എന്തൊരു ഇരിപ്പാ നീ ഇരുന്ന്. ഇപ്പൊ നാട്ടുകാരിൽ നടന്നു പോകുമ്പോ പറയാണ് ടിനി ടോമി ഇരുന്ന വീട്ടിലാള് പോണ്, ടിനി ടോമി ഇരുന്ന വീട്ടിലാള് പോണ്. നമ്മള് 2-3 പേര് തിരിച്ചറിയുന്നോണ്ടാ പറയുന്നത്, അല്ലാണ്ട് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ എന്നെ കൊണ്ട് തോറ്റുപോയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ, നിങ്ങൾ സിനിമാക്കാരായതുകൊണ്ട് ഞാൻ ഈ കവിത എഴുതണ ഒരു കവിത എഴുതുന്ന അസ്കിതയുണ്ട്. അസുഖം. അസുഖോ? അതെ. കവിത എഴുതുന്ന അസുഖമാണോ? നല്ല ഭാര്യ പറയേ നിങ്ങളുടെ അസുഖം മാറിയില്ലേക്ക് എപ്പോഴെങ്കിലും എഴുതണ കണ്ടിട്ടേ. ഓ അതാണ് കവിത. ഞാൻ ലാൽ ജോസിന് വേണ്ടിയിട്ട് മറ്റേ പുള്ളിപ്പുലി ആട്ടിൻ കാട്ടോ. ആട്ടിൻ കാട്ടോ അല്ല, പുള്ളിപ്പുലികളെ ആട്ടിൻ കുട്ടിയും. അതെ അതെ അതെ. അതിൽ ഞാനൊരു പാട്ട് എഴുതി കൊടുത്ത്. സാർ ഇതറിയോ? ലാൽ ജോസ് സാർ കൊണ്ടുവന്ന നായികയാണ്. നമസ്കാരം. ഇതൊരു കവിയാണ്. ഒരു കവിയാണ്. അതെ അല്ലേ? ഒരു കവിത പാടുവോ? ഒരു കവിത പാടി കഴിഞ്ഞാൽ എനിക്കൊരു കവിത പാടാൻ വേണ്ടി. അല്ല ഇത് അർച്ചന കവി പേരാണ്. പേര് കവിയാണ്. അത് ശരി. അപ്പൊ ഞാൻ ലാൽ ജോസിന് 2 വരി എഴുതി കൊടുത്ത്. പിന്നെ സിനിമ ഇറങ്ങിയപ്പോ ഞാൻ കൊടുത്ത വരിയല്ല, അവര് വേറെ വരി മാറ്റി എഴുതി വേറെ സെറ്റപ്പ് ആക്കി. ഏതായിരുന്നു? അപ്പൊ ഞാൻ കൊടുത്ത വരി ഇപ്പൊ ഒന്നും പാടി കുഴപ്പമില്ലല്ലോ. ഇല്ല മ്യൂസിക് ഒന്ന് ചെറുതായിട്ട് കിട്ടി കഴിഞ്ഞാൽ. മ്യൂസിക്. ഒറ്റച്ചരടിൽ കെട്ടിത്തൂക്കും ഒറ്റക്കളറിൻ തുണിയാണല്ലോ പാവാട. ഒറ്റച്ചരടിൽ കെട്ടിത്തൂക്കും ഒറ്റക്കളറിൻ തുണിയാണല്ലോ പാവാട. ഈ പാവാട എന്നൊക്കെ പറയുന്നത് ശരിക്കും വളരെ മോശമായി പോയി. അതുകൊണ്ടല്ലേ പെണ്ണുങ്ങൾ അകത്തിട്ടുകൊണ്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഭൂതത്തിനെ കാണാണ്ടായി. എൻ്റെ കയ്യിൽ കുറേ കാലം ഉണ്ടായിരുന്നൊരു ഭൂതമാണ്. അപ്പോൾ അവൻ ഈ വഴിക്ക് വന്നോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നടന്ന് വന്നിട്ട് കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഓ നിങ്ങൾ ഭൂതത്തെ അന്വേഷിച്ച് വന്നാണ്? ആ ഭൂതത്തിനെ അന്വേഷിച്ച് വന്നാണ്. ഇവിടെ അതന്വേഷിച്ച് വേറെ ആൾക്കാർ ഇങ്ങനെ ചുറ്റിത്തിരയുന്നുണ്ട്. വേറെ ആൾക്കാരുണ്ടോ? ചുറ്റിത്തിരയുന്നുണ്ട്. എന്റെ ഭൂതത്തിനെ അന്വേഷിച്ച് വേറെ ആൾക്കാരാ? നിങ്ങളുടെ ഭൂതമാണോ? എന്റെ കുപ്പിന്ന് പോയ ഭൂതല്ലേ, പിന്നെ എന്റെ ഭൂതല്ലേ? അതെന്താ നിങ്ങളുടെ കുപ്പിന്ന് പോയെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ കുപ്പിയിലുണ്ട് ഭൂതം എഴുതി വെച്ചിട്ടുണ്ട് കുപ്പിയുടെ മുകളിൽ. എന്റെ കുപ്പിയല്ലേ?
എന്റെ കുപ്പിയിൽ നിന്ന് പോയ ഭൂതല്ലേ? അത് ഞാനല്ലേ പിടിക്കേണ്ടത്, എന്റെ കുപ്പിയിലല്ലേ അവന് നടക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പോയി പിടിക്ക്. ഞാൻ പോയി പിടിക്കണോ? ആ അലമ്പന, ഇവൻ എവിടെ പോയി കെടുക്കണേടാ? വന്നെന്റെ കുപ്പിക്കാരൻ കൊണ്ട് പാടെ, നീ എവിടെ ഒളിച്ചിരിക്കണത്? ആഹാ, നിങ്ങൾ ഭൂതത്തെ പിടിച്ചാ? കിതപ്പ് പിടിച്ച്. താങ്ക് യു വെരി മച്ച്. എന്റെ ഭൂതത്തിന് എനിക്ക് തിരിച്ചു തന്നെ താങ്ക് യു. ആരാ ഭൂതം? എന്റെ ഭൂതം ഇത് എന്റെ ഭൂതാണിത്. എന്റെ ഭൂതം എന്റെ ഭൂതാണ്. എന്റെ കുപ്പിന്ന് പോയതാ ഇത്. എന്റെ കുപ്പിന്ന് പോയ ഭൂതാണ് ഈ ഭൂതം. എന്റെ കുപ്പിന്ന് പോയതാ ഇത്. എടാ, നീ എന്റെ കുപ്പിന്ന് പോയ ഭൂതല്ലേ? നീ എന്റെ കുപ്പിന്ന് പോയതല്ലേ? എനിക്കറിയില്ല നിങ്ങൾ ഏത് ഭൂതമൊന്നും എനിക്കറിയില്ല. എന്റെ കുപ്പിന്ന് പോയതാന്ന്. എന്റെ കുപ്പിന്ന് ഹലോ പോയതാണ്. ഹലോ ഹലോ അത് 50. അതെ അതെ അതെ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിക്കേണ്ട ഒരു കാര്യം ചെയ്യൂ. ഈ ഭൂതത്തെ കൊണ്ട് എന്തെങ്കിലും നല്ലത് പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് 1 കോടി രൂപ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ 1 കോടി രൂപ കിട്ടുകയാണെങ്കിൽ 50-50, 50 ലക്ഷം 50 ലക്ഷം വെച്ച് എടുത്തോ. രണ്ടുപേരും കൂടെ ഭൂതത്തെ എടുത്തോ. ചെയ്യാം, ഞാന് മന്ത്രം ചൊല്ലാം. അപ്പൊ ഏത് കുപ്പിയിലെ കയറുന്നു നോക്കാലോ. എന്റെ മന്ത്രത്തിൽ കുപ്പി കയറോ, അയാളെ മന്ത്രം ചൊല്ലട്ടെ. അയാളുടെ മന്ത്രത്തിലെ കുപ്പിയിൽ കയറുന്നു നോക്കാലോ. ഓക്കെ. ആ, അങ്ങനെ വിട്ടാ പറ്റില്ല. ഓം സുട്ടാലടിക്ക് സ്വാഹ, ഓം ദിയാനന്ദ സ്വാഹ, ഓം ഭലോകാശ സ്വാഹ. നിങ്ങൾ രണ്ടാലും ചൊല്ലുന്ന ഒരേ മന്ത്രം. ഇത് ഏല കയറണ്ടെന്ന് മനസ്സിലാവുന്നില്ല. നീ ഇതിൽ കയറിയ ഇല്ല, ഞാൻ കയറില്ല. ഇതാടാ കുറച്ച് വലിയ കുപ്പി ഇതാടാ. ചില്ലിന്റെ കുപ്പി, അത് പ്ലാസ്റ്റിക്കാ, ശ്വാസം പൊട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടാളും കൂടി എന്നെ ഒരു കുപ്പിയിൽ കയറ്റിട്ട് കൊണ്ടുപോയി. എനിക്ക് രണ്ടിലും കയറാൻ പറ്റില്ല. ഒരു കുപ്പിയിൽ കയറ്റിക്കോ. അല്ല സുരാജ് പറഞ്ഞ പോലെ 50-50 ആക്ക്. 50-50. ഒരു കുപ്പിയിൽ കിട്ടുന്നതിൽ പാതി നമുക്ക് അങ്ങോട്ട് ഭാഗ്യം കിട്ടുന്നതിൽ പാതി നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇല്ല ഇല്ല. കേട്ടാ, ഇക്ക പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല. എന്നാലും അപ്പൊ ഏത് ആ കുപ്പിയിൽ കയറണ, ഈ കുപ്പി ഏത് കുപ്പി കയറണം നിനക്ക്? ഏത് കുപ്പിയിലാ കയറുന്നത്? നല്ല നിങ്ങളെ കുപ്പി മതി. എന്റെ കുപ്പി ആ മതി. കുപ്പിയിലാ മതിയാ? ഓക്കേ, ഓക്കേ. അലംബന അടിച്ച് പൊളിക്കാൻ നമുക്ക്. അലംബന, അലംബന. അതെ അതെ. ഇതെന്താണ് കുപ്പി കയറ്റിയ ഭൂതം പിന്നെ എങ്ങനെ വരിക? അതെങ്ങനെ പോയത്? നിങ്ങൾ കുപ്പി കയറ്റിയതാണല്ലോ എന്നെ. നല്ലോണം നോക്ക്. കുപ്പി കൊട്ടയാണല്ലോ. ഈ കുപ്പി എടുത്തിട്ടാണ് അടിപൊളി കുപ്പി എന്ന് പറഞ്ഞത്. ഓട്ടയുള്ള കുപ്പിയും കൊണ്ടാണ് നിങ്ങളെ ഭൂതത്തെ പിടിക്കാനായിട്ട് വന്ന്. ഇനിയിപ്പൊ എന്ത് ചെയ്യും മൊയിലാരെ? നമുക്ക് വിളക്ക് കയറ്റിയാലോ? വിളക്കിലേക്ക് പെട്ടെന്ന് വിളക്ക് കെട്ടിട്ട് കൊണ്ടുപോയിക്കോളൂ. ഓക്കേ. ശരിയാക്കാം, ശരിയാക്കാം. ഏതായാലും എന്റെ അറബി മന്ത്രം വേണ്ട, നിങ്ങൾ നല്ലൊരു മന്ത്രം ചൊല്ലിക്കളി. അല്ലെങ്കിൽ ഇനി കുപ്പി മാറ്റത്തെ പോലെ ഇങ്ങനെ ഓം സ്വാഹ, ഓം ദിവാനന്ദ സ്വാഹ, ഇനി അവൻ എവിടെയും പോകില്ല. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ചെറിയൊരു ഇടവേള. വളരെ സന്തോഷമായി അർച്ചന കവി ഇന്ന് ഈ വേദി പങ്കിട്ടതിൽ. എന്താ അർച്ചന കവി മാത്രം പങ്കിട്ടത്? ഞാനും പങ്കിട്ടല്ലോ. ചേട്ടൻ ഇവിടുത്തെ സെറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ഞാൻ കേട്ടു. ലാംഗ്വേജും എന്റെ കുറച്ച് പുറകിലോട്ടായതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ വന്ന് ഫുൾ കുളമാവോ. എനിക്ക് വീട്ടിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്, മോൾ അവിടെ ചെന്ന് സംസാരിക്കണ്ട, സംസാരിച്ചാലും കുളമാക്കി വരില്ല പ്ലീസ്. അങ്ങനെ 3 കല്യാണാലോചനയാണ് മുടങ്ങിയിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. വളരെ സന്തോഷമായി അർച്ചന കവി ഇന്ന് ഈ വേദി പങ്കിട്ടതിൽ. കുറെ സംസാരിച്ചു, രസകരമായിട്ട് അല്ലേ? എന്താ അർച്ചന കവി മാത്രം പങ്കിട്ടത്? ഞാനും പങ്കിട്ടല്ലോ. ചേട്ടൻ ഇവിടുത്തെ സെറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ഞാൻ കേട്ടു. സുരാജ് എന്റെ ദൈവ സത്യമായിട്ട് ആദ്യമായിട്ടാണ് സ്പോണ്ടേനിയസ് കോമഡി എന്ന് പറഞ്ഞ ഇതാണ് ഇട്ടിക്ക് കേട്ടോ. പക്ഷെ അതല്ല, നമ്മൾ വളരെ ഇനിയിപ്പോ ഈ ഷോ ആങ്കർ ചെയ്യുന്ന പുള്ളിയായിരിക്കും. അതിന്റെ ഒരു ട്രെയിനിങ് എന്നുകൊണ്ടാണ്. അപ്പോൾ അർച്ചന കവി വന്നതിൽ വളരെ സന്തോഷം. ടിനീറ്റവും ഇവിടെ ഉള്ള ആളാണ് നമ്മുടെ കൂടെ. വളരെ സന്തോഷം. എന്താണ് പറയൂ, എന്താണ് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ച് അർച്ചനയ്ക്ക് പറയാനുള്ളത്? നല്ലോണം കിട്ടിയല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞോളൂ. ആദ്യം ഞാൻ ഷോ കണ്ടിട്ടുണ്ട്, 1-2 എപ്പിസോഡ് കണ്ടിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാൻഡ് ഷോ. നമ്മളുടെ മലയാളം
ടെലിവിഷനിലെ ഐ തിങ്ക് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഗ്രാൻഡ് ഷോ വിച്ച് വി ആർ എക്സ്പീരിയൻസിങ്. സോ അത് തന്നെ ഞാനിങ്ങനെ അയ്യോ ഇത്രയും ലൈക്ക് ഒരു ലാർജ് കാസിൽ ഫീൽഡിലൊക്കെ നമ്മൾ വന്ന് ഷോ ചെയ്യുന്നു. ആൻഡ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇൻട്രാക്ഷൻ, ഞാൻ സുരാജേട്ടൻ്റെ കൂടെ മുമ്പ് ഒരു പടം ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ഒരു റിലേഷൻഷിപ്പേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ സുരാജേട്ടൻ എങ്ങനെയായിരിക്കും, കുറച്ച് ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. എന്താണ് അങ്ങനെ ടെൻഷൻ? എന്താ ഞാൻ എന്തെങ്കിലും ആക്രമിക്കുന്നു? സുരാജ് എന്താണ് വെടിക്കെട്ടുകാരാണ് ടെൻഷനിൽ വന്നത്? ടെൻഷൻ അല്ല, എനിക്ക് മനസ്സിലാവില്ല. ഞാനുമായിട്ട് അടുത്ത് കഴിയുമ്പോഴേ ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അവാർഡ് വിന്നർ, നമുക്ക് മനസ്സിലാവുള്ളൂ. നാഷണൽ അവാർഡ് വിന്നർ, സീനിയർ ആർട്ടിസ്റ്റ്, ഇത്രയും Popular ആയിട്ടുള്ള ഒരു figure. ആയിരിക്കുന്ന ആൻഡ് കോമഡി ടൈമിംഗ്, ലൈക്ക് ബോത്ത് ഓഫ് ദം കോമഡി ടൈമിംഗ്, ഇത്രയും ഓസം ആയിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ കുറിച്ച് പറയാം. അവിടെ എത്തുന്നുണ്ട്, ഒരു 2 മിനിറ്റ് വെയിറ്റ്. ഇത്രയും ലൈക്ക് കോമഡി ടൈമിംഗ് എല്ലാം, ലാംഗ്വേജും എൻ്റെ കുറച്ച് പുറകിലോട്ടായതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ വന്ന് ഫുൾ കുളമാവോ. എനിക്ക് വീട്ടിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്, മോൾ അവിടെ ചെന്ന് സംസാരിക്കണ്ട, സംസാരിച്ചാലും കുളമാക്കി വരില്ല പ്ലീസ്. അങ്ങനെ 3 കല്യാണാലോചനയാണ് മുടങ്ങിയിട്ടുള്ളത്. താങ്ക് യു. അർച്ചന സംസാരിച്ച് 3 കല്യാണം പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ടെൻഷനിലാണ് വന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര വാമാണ്. സുരാജേട്ടൻ കംപ്ലീറ്റ്ലി വാം അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. എല്ലാവരും എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഫീലിങ്ങിൽ വന്നിവിടെ നിൽപ്പുണ്ട്. ഒരു വീട്ടിൽ ഒരു ചിറ്റ് ചാറ്റ് ഷോ നടക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് ദ പ്ലസ് പോയിന്റ് ഓഫ് ദ ഷോ. ആൻഡ് വണ്ടർഫുൾ ഓഡിയൻസ് വി ഹാവ്, ഇന്ററാക്റ്റീവ് ആൻഡ് ഒരുപാട് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഷോയിൽ വരുന്ന മുമ്പ് ആകെ ലൈക്ക് ടിനിച്ചേട്ടനുണ്ട്, എന്നാൽ ഞാൻ പോയിക്കോളാം. ബിക്കോസ് എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ടിനിച്ചേട്ടൻ ആസ് എ സ്ട്രോങ് പില്ലർ സൈഡിലുള്ള ഒരു, ബിക്കോസ് വി ഹാവ് വർക്ക് ടുഗെദർ ക്വൈറ്റ് എ ലോട്ട് ഓഫ് ടൈം. സോ ആ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ദ ഷോ. പിന്നെ എനിക്ക് സ്പെഷ്യലി പറയാനുള്ളത്, ഞാൻ ലൈക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ഒരുപാട് ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബിഹൈൻഡ് ദ ക്യാമറ extremely welcoming, extremely warm and ഭയങ്കര പ്രൊഫഷണൽ ടീമാണ് എൻ്റെ പുറയിലുള്ളത്. സോ ഐ തിങ്ക് വി ഷുഡ് റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഒരു ചാക്ക് അരിക്ക് ഒരു സോപ്പ് ഫ്രീ എന്ന് പറഞ്ഞില്ലേ? ഒരു ചാക്ക് അരിക്ക് ഒരു സോപ്പ് ഫ്രീ. ഇതെല്ലാം നീ പറഞ്ഞു പഠിപ്പിച്ചത്. എന്നാലും വളരെ വളരെ സന്തോഷം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലെ കൂടുതൽ ചിരിക്കാഴ്ചകൾക്കായി കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിൽ. ഗുഡ് നൈറ്റ്. ഓക്കെ, കാണാം. ഞാനെന്ന ഉണ്ണി എന്താ നൂപേ, നീ എന്താ കളിക്കുകയാണോ ഇത്? ഗുഡ് നൈറ്റ്. വാ, മര്യാദയ്ക്ക് വാ. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ തനി നിറം എല്ലാവർക്കും കാണേണ്ടി വരും.